ഹായ് ഗോൾഡൻ ടച്ച് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാൽച്ചീര കണ്ടിട്ടുണ്ടോ മക്കളെ? പാൽച്ചീര ഇതാണ് നമ്മുടെ പാൽച്ചീര. ഇത് ഞാൻ നന്നായിട്ട് വെള്ളത്തിലിടുക, കാരണം ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കൊണ്ടിട്ട് വെള്ളം തെറിച്ച് മണൽ ഇതേ പറ്റിയിരിക്കും. അപ്പം നമ്മൾ എത്രയും ഭംഗിയായിട്ട് നമ്മൾ ഈ സാധനം കഴുകിയെടുക്കണം. അപ്പോൾ ഇത് ഇച്ചിരി പയ്യെ പൂക്കാൻ തുടങ്ങി, അത് സാരമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ആഴ്ച ക്രിസ്ത്യൻസിൻ്റെ വലിയ ആഴ്ച എന്നാണ് ഞങ്ങൾ പറയപ്പെടുന്നതല്ല, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഞങ്ങൾ സസ്യാഹാരമാണ് ഈ ഒരാഴ്ച നമ്മൾ കഴിക്കുക, ശനിയാഴ്ച വരെ സസ്യാഹാരങ്ങൾ മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരൊക്കെ കഴിക്കുക. ക്രിസ്ത്യൻസിൽ തന്നെ ക്രിസ്ത്യൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയുന്ന ഒരു കമ്പനിയൊക്കെ ഉണ്ട്. അവരുടെ കാര്യമല്ല, ശരിക്കും ദൈവവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇറച്ചി മീനൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു. ഇറച്ചി, മീൻ, മുട്ട, പാല് ഇതൊക്കെയാണ് ഞങ്ങൾ ഉപേക്ഷിക്കുന്നത്. പക്ഷെ പാല് ആരോഗ്യത്തിന് ഇതായത് കൊണ്ടിട്ട് ഞാനിട്ട് ചായ കുടിക്കും. ബാക്കിയെല്ലാം ഇന്നലെ കൊണ്ട് ഞങ്ങൾ ഉപേക്ഷിച്ചു. അപ്പോൾ ഇന്നിനി ഇതാണ് ഈ ചീര വെച്ചൊരു കറിയാണ് ഞാനിന്ന് വെക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. പാൽച്ചീരയുടെ തണ്ട് നല്ല കിളുന്ന തണ്ടാണ്, പക്ഷേ ഇലയുടെ അത്രയും വേവില്ലാത്തതുകൊണ്ട് അതിൻ്റെ തണ്ട് മാത്രം ഞാനിങ്ങോട്ട് അരിഞ്ഞ് മാറ്റി വെച്ചു. അതിൻ്റെ ഇല ഞാൻ വേറെയും വെച്ചു. പിന്നെ ഒരു സബോള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഇത്രയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഞാൻ ഇഞ്ചി എടുക്കുകയില്ല. ഇഞ്ചി എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ആ ടേസ്റ്റ് ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർ ഉപയോഗിക്കുക. ഞങ്ങൾ ഒരിക്കലും ചീരക്കറിക്ക് ഇഞ്ചി എടുക്കാറില്ല. അപ്പോൾ അതിനകത്തൊരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിനകത്ത് ഞാൻ കുറച്ച് പിന്നെ ഉഴുന്നാണ്. അത് ആ ഇതിൻ്റെ കൂടെ ഒന്ന് കടിച്ച് പൊട്ടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ചേർക്കുന്നത് ഉഴുന്ന്, കടുക് കേട്ടോ. അതുപോലെ ചുമന്നു ഇത് കൂട്ടി ചട്ടിക്ക് പിന്നെ ചട്ടിയിൽ ഉപയോഗിക്കാൻ ഇതേപോലെ തന്നെ മരത്തവി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് ഇത് നല്ലതുപോലെ മൂത്തു. ഇനി ഇത് ഈ 3 സാധനവും കൂടെ ഞാൻ അങ്ങോട്ട് ഇടുക. ഉള്ളി, സബോളയാണെങ്കിലും നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വേണം, വലിപ്പത്തിലിടരുത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഒരുപാട് മൂക്കണ്ട, കുറച്ച് മൂത്താൽ മതി. പാൽച്ചീര ഒരു പ്രത്യേക സൈസിലുള്ള ചീരയാണ്, നല്ല ടേസ്റ്റാണത്. പക്ഷെ നാടൻ ചീരയുടെ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇതൊരുമാതിരി വഴഞ്ഞ് ഇനി ഞാൻ അതിനകത്തോട്ട് ഇടാൻ പോകുന്നത് ഈ വെച്ചിരിക്കുന്ന കേട്ടോ. അതുകൊണ്ട് അത് പതുക്കെ ഒന്നാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ഇല പിന്നെ വേഗം വാടുന്നല്ലേ, ഇലയുടെ വേവ് എത്രയാണെന്ന് നമുക്കറിയാവുന്നല്ലേ. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒരു ഇതുണ്ട്. അതിൻ്റെ തണ്ടൊക്കെ നമുക്ക് മറ്റേ ചുവന്ന ചീരയുടെ തണ്ട് പോലെയല്ല. ഈ ഇല അതുപോലെ ഇതിൻ്റെ തണ്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരു നാരുണ്ട്, പുറമേ ഉള്ള ഒരു തൊലി, അത് പതുക്കെ അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സൂപ്പറായിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ അത് നീളത്തിലറിഞ്ഞ് നമുക്ക് സാമ്പാറിൻ്റെ കൂടെയൊക്കെ നമുക്കത് ആ സാധനം നമുക്ക് ചേർക്കാൻ പറ്റും. നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കണ്ടേ. ആവശ്യമായ ഉപ്പ് ചേർക്കുക. നീര് നന്നായിട്ടൊന്ന് വഴങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ഇല കൂടി ചേർത്താൽ മതി. ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ട്, ഇലയ്ക്കും കൂടിയുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഉള്ളിയും തണ്ടും വഴങ്ങി നമുക്ക് ഈ ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരിക്കലും ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ചീരയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ഇല. കാരണം ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ഇതാണ്. വലിയ വളമൊന്നും ഞാനിതിന് ചേർക്കാറില്ല. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. ഒരു വളവും ഞാനിതിന് ചേർക്കാറില്ല. തൈയുടെ ചോട് തോർന്നിട്ട് ഞാൻ അവിടെയോട്ട് കുറച്ച് പാകിയതാണ്.
അപ്പോൾ കുറച്ചുണ്ടായി. ഇന്നാളൊക്കെ ഞാൻ 2-3 വട്ടം കറി വെച്ചു. അപ്പോൾ എന്നാൽ പാൽച്ചീര എങ്ങനെയാണ് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് മൂടണം. ഇതൊന്ന് വഴങ്ങാൻ തുടങ്ങി. ഞാൻ ഇതിനകത്തൊക്കെ ഒരു കുത്ത് തേങ്ങ ഇച്ചിരി നേരത്തെ ഇടേണ്ടതായിരുന്നു. ഞാനതങ്ങോട്ട് മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഈ തേങ്ങയും ഇതിൻ്റെ കൂടെ കിഴങ്ങ് ഒന്നുകൂടി അങ്ങോട്ട് തുകരും. ഇച്ചിരി നേരത്തെ ഒക്കെ ഇടേണ്ടതായിരുന്നു, മറന്നുപോയി. ഞങ്ങൾക്ക് ഏത് കറിയിലും ഇച്ചിരി തേങ്ങ ഇടുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിങ്ങനെ ഇച്ചിരി നേരം കൂടെ മൂടിയിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ചീരക്കറി അങ്ങനെ റെഡിയായി. പിന്നെ ഒരു സംഭവം പറയാം. ചീര കറി വെക്കുമ്പം ഒരിക്കലും ഉണങ്ങാൻ പാടില്ല. അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇത് ഉണങ്ങുന്നില്ല, പക്ഷെ നല്ലതുപോലെ ഒലന്നു ഇതായി. അപ്പോൾ ഞാൻ ഇനി ഇതങ്ങോട്ട് വാങ്ങി വയ്ക്കുക. സൂപ്പർ പാൽച്ചീരക്കറി. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണേ അമ്മച്ചീനെ. കുഞ്ഞുമക്കളുണ്ട് അറിയാൻ പാടില്ലാത്തതേ. അതായത് എനിക്കും ഉണ്ട് കുഞ്ഞുമക്കൾ. അവൾ വല്ലതൊക്കെ കറിയൊക്കെ വെക്കാൻ നേരത്തെ എന്നെ വിളിക്കും. അവിടെ മമ്മി വീട്ടിലില്ലാത്തത് കൊണ്ട് അവൾ എന്നെ വിളിക്കും, അമ്മച്ചി ഇന്ന കറി വെക്കണം, അതിനകത്ത് എന്തെല്ലാം ചേർക്കണം, അതിനകത്ത് എന്തെല്ലാം ചേർക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതൊക്കെ നാടൻ കറികളെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ കുഞ്ഞുമക്കൾ ഇവിടെ എനിക്ക് എൻ്റെ യൂട്യൂബിലും ഉണ്ട് എന്ന് എനിക്കറിയാം. കാരണം ഓരോരുത്തരൊക്കെ പണ്ടൊരിക്കൽ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഒരു ഉള്ളിവട ഉണ്ടാക്കാൻ. ഇതുവരെ ഞാനത് ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് മെനക്കെട്ടില്ല. അത് ഞാൻ ഉണ്ടാക്കാം, സാധനമൊക്കെ ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചു. എനിക്കും ഒരു ശാരീരിക സുഖവും മനസ്സുഖവും ഒക്കെ കിട്ടുമ്പോഴാണ്. അപ്പോൾ അത് തന്നെയല്ല, അതാരെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ എൻ്റെ കൂടെയൊക്കെ ഉള്ളപ്പോഴാണ്, എൻ്റെ കുഞ്ഞുമക്കളൊക്കെ വരുമ്പോഴാണ് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ മക്കളെ, ബൈ ബൈ.